ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സൺഡേ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഗുഡ് ആഫ്റ്റർനൂൺ ആകാറായി. ഇന്നലെ രാത്രി ഞങ്ങൾ ഇച്ചിരി വെളിയിലൊക്കെ പോയി വന്നപ്പോൾ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലേറ്റ് അല്ല വന്നു, പക്ഷെ ഞങ്ങൾ കിടക്കാൻ ഇങ്ങനെ ഫോണൊക്കെ നോക്കി കിടക്കാൻ ലേറ്റായി. സോ ടുഡേ എൻ്റെ ബാക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ. ഇന്ന് വലിയ പണികളൊന്നുമില്ല. മേജർ തിങ് ഈ ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. ഈ ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ കുക്ക് ചെയ്ത് അടുത്ത ആഴ്ചത്തേക്കുള്ളതൊക്കെ കുറച്ച് പ്രെപ്പ് ചെയ്ത്, കംപ്ലീറ്റ് പ്രെപ്പല്ല, കുറച്ച് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ച് വി പ്ലാൻ അവർ വീക്ക് ആൻഡ് ദെൻ വിൽ വാച്ച് സം മൂവി ആൻഡ് ചിൽ. സോ ലെറ്റ്സ് സീ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു റെക്കോർഡ് എവറി സിംഗിൾ ബിറ്റ് ഓഫ് മൈ ഡേ, എന്നാലും എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗ്ലിംസ് ഞാൻ തരാം. ഓക്കെ, അൻഡമാൻ നിക്കോബർ അല്ല ഗൈസ്, ഞാനിന്ന് ഇന്നലെ ഇട്ട് അതേ ഡ്രസ്സാണ് കേട്ടോ. ഇന്നലെ ലൈക്ക് ഫോർ 1 hour ഒക്കെ ഇട്ടുള്ളൂ, 1 അല്ല 2 hours അല്ലേ. അപ്പോൾ കണ്ണൊക്കെ എഴുതി എനിക്ക് 2 ഔട്ട്ഡോർ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ കടയിൽ പോണ വഴിക്ക് ഈ വെയിലത്ത് ഇവിടെ താഴെ പോയിട്ട് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ വി ആർ ഗോയിങ്. സേ ഹായ്. ഹായ്. സ്കിൻ കെയർ പറഞ്ഞു കൊടുക്ക, എന്താന്ന് ഇതോ കാണിച്ചു കൊടുക്ക. ഞങ്ങൾ കുടുംബമായി യൂസ് ചെയ്യുന്നത് ജോൺസൺസ് ബേബിയാണ്. ഓക്കെ ഗൈസ്. അയ്യോ ഓഫ്, ഈ വെയിലത്ത് ഞാനൊരു വീഡിയോ എടുക്കണമെങ്കിൽ കണ്ണ് പോലും തുറയില്ല. ഞാൻ കാണിച്ചു. ആക്ച്വലി എൻ്റെ ബാഗിൻ്റെ ലെങ്ത് ഇസ് വെരി മച്ച്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. കണ്ടോ, ഇത്രയും നീളമുണ്ട് ഇതിന്. ഇവിടെയാ വീഡിയോ എടുക്കുന്നത്. അയ്യോ എന്നാ വെയില. ഇവിടെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ സോ ബിഗ് അല്ല, സോ ഹോട്ട്. അപ്പോൾ ആ മരത്തിൻ്റെ താഴെ പോവാം. അവിടെ ഇച്ചിരി തണല് കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, സോർട്ട് ചെയ്ത് വെച്ചിട്ട്. കേട്ടോ, ഞാൻ എങ്ങനെ നിന്നാലും, ഞാൻ എങ്ങനെ നിന്നാ ഡാർക്കാ, ഇങ്ങനെ നിന്നാ കണ്ണും തുറയില്ല. ഭയങ്കര വെയില്. ആൻഡ് ഓൾസോ ദിസ് മൈക്ക് ഇസ് നോട്ട് വർക്കിംഗ് ഗൈസ്. ഈ മൈക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. എനിക്കറിയില്ല, ചാർജൊക്കെ ഉണ്ട്, പക്ഷെ ഐ ഡോണ്ട് നോ വൈ. മുഖമൊക്കെ കത്ത്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇതിലെങ്ങനെ ഈ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറയുന്നതെന്ന് അറിയില്ല. കണ്ണ് പോലും തുറയുന്നില്ല, എൻ്റെ കണ്ണ് പോലും തുറയുന്നില്ല. താഴത്ത് എൻ്റെ ലെവലിൽ ക്യാമറ വെക്ക് ഗൈസ്. ഞാൻ എൻ്റെ ഷൂട്ട് റാപ്പ് ചെയ്തു ബിക്കോസ് എൻ്റെ മൈക്ക് വർക്കാവുന്നില്ല. ഒന്നാമത് ഇത്രയും വെയിലത്ത് കുറേ ഷോർട്സ് എടുത്തു, പക്ഷെ എൻ്റെ മൈക്ക് വർക്കാവുന്നില്ലെന്ന് ഞാൻ ലാസ്റ്റിലാണ് തിരിച്ചറിഞ്ഞു. ദെൻ വി സ്റ്റാർട്ടഡ് ചെക്കിങ് ദ മൈക്ക് ഇസ് ലിറ്ററലി നോട്ട് വർക്കിംഗ്. അപ്പോൾ നമുക്കിന്ന് കടയിൽ പോവാം. എന്താണോ വാങ്ങിക്കുന്നത്? സംസം പോഹയാണ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ കടയിൽ ചെന്ന് കാണിച്ചു തരാം സംസം പോഹ എന്തായിരുന്നു. അങ്ങനെ ഒരു സാധനമേ ദുബായിലില്ല, പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഒരു ബിൽഡിങ്ങിൻ്റെ തണല്, ദിസ് ഇസ് ദ തണൽ. ഇത്രയും വെയിലാണ്. അപ്പോൾ ഈ ഒരു തണലിൽ ഞാൻ സൈഡിൽ കൂടി പോവാം. ആൻഡ് ദാറ്റ് ഇസ് ദ കട. അവിടെ ഡ്രീം ലാൻഡിന് ഏതൊക്കെ കാണുന്നു, അത്രയും ദൂരം നടക്കണം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടി പോവാം, മാക്സിമം തണൽ പിടിച്ച് പോവാം. ഗൈസ്, ഞങ്ങൾ കടയിലെത്തി, പക്ഷെ ഭയങ്കര തിരക്കാണ്. മുട്ട മാത്രം വെക്കുന്ന സ്ഥലമാണിത്. എല്ലാത്തിനും ഓരോരോ ഡിഫറെൻറ്റ് റേറ്റാണ്. കണ്ടോ, ദിസ് ഇസ് ഓൺലി മുട്ട. ഞാൻ ഇവിടെ വരുമ്പോൾ സ്പ്രൗട്ട്സും. എടോ ഇത് വേണോ? മുരിങ്ങല 350. തേങ്ങ എടുത്തോ എന്നാ. യാ ഓഫ് കോഴ്സ്.
രാവിലെ ഞാൻ ചീര എന്തെങ്കിലും സോർട്ട് ചെയ്ത് തരാണെങ്കിൽ തേങ്ങ ഇസ് ഉത്തമം. ഇവിടെ വേറെ എന്തോ ഉണ്ട്, നമ്മൾ എന്ത് ചീര കിട്ടിയാലും. പക്ഷേ വൈ ദിസ് ഇസ് കോസ്റ്റിംഗ് 8 ദിറം എന്ന് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദിസ് എന്ന് എനിക്കറിയില്ല. മുക്കുന്നവ ലെബ്സോ എൻ്റെ ദൈവമേ. ഇവിടെയൊക്കെ ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് വെജിറ്റബിൾസും ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ. ബ്രോക്കോളി വേണോ? ബ്രോക്കോളി എന്നിട്ട് ഞാൻ തിന്നൂല വാങ്ങിയിട്ട്. നല്ല രസമല്ലേ കളറൊക്കെ കാണാൻ? ചെറിയ ബ്രോക്കോളി എന്നിട്ട് സോർട്ട് ചെയ്ത് തരാനാ? നോക്കാം. ഇതെന്താണെന്നറിയോ? ഇതുണ്ടോ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സപ്പോർട്ട. ചിക്കു അവിടെ കണ്ടു. ചിക്കു എന്ത് ചെറുത്. വേണ്ട. ഇതൊക്കെ എല്ലാ മസാലകളാണ്. അവിടെ എല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ലൂസായിട്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ. ദെൻ വി ഹാവ് ചോക്ലേറ്റ്സ് ഒക്കെ. ഗൈസ്, ഞങ്ങൾ കടയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇത് വാങ്ങിയായിരുന്നു. ദിസ് ഇസ് തിറാമിസു. അടിപൊളി സാധനം കേട്ടോ. സി കാണിക്കും. ഇറ്റ് ഈസ് വെരി നൈസ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊളാക്കിയില്ല. വാങ്ങിച്ചു നോക്കി, സൂപ്പർ ആ സാധനം. ആൻഡ് വി ബോട്ട് ഇത്രയും സാധനങ്ങൾ. ഇത്രയും എൻ്റെ ബാക്കിലുണ്ട്. ഇത്രയും സാധനങ്ങൾ എത്രയാടോ? 80 ദിറംസ് ബില്ലായി. 86. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്. രണ്ടാളും തിറാമിസു അങ്ങനെയല്ലേ പറയുന്നേ? തിറാമിസു കഴിച്ച് തീർത്തു. ആൻഡ് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. ചിക്കൻ വാങ്ങി, തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട് ആൻഡ് സോസേജ്, പിന്നെ ചീര, മിൻറ്റ്, പുതിന, ആപ്പിൾ, ഉള്ളി. പിന്നെ ഇതിൽ തിറാമിസ് വാങ്ങിയേ. ചിയാ സീഡ്സിൻ്റെ ഒരെണ്ണം ലിജോന് ഓഫീസിൽ കൊണ്ടുവെക്കാനും ഒരെണ്ണം നമുക്കും. പിന്നെ ഗാർലിക്ക്, പോപ്കോൺ വെറുതെ രസത്തിനെടുത്താണ്. പിന്നെ ഇവിടുത്തെ ലെമൺ ആണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ ലെമണാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഓറഞ്ച്. ആൻഡ് ദെൻ വി ബോട്ട് സം ഈജിപ്ഷ്യൻ ബ്രെഡ്. അപ്പോൾ ലിജോ ബാത്റൂം ക്ലീൻ ആക്കാൻ കയറിയിട്ടുണ്ട്. എൻ്റെ ജോലി ഇവിടെ ക്ലീൻ ആക്കലും ആൻഡ് കുക്കിംഗ് ആണ്. ഞാൻ തലയിൽ എണ്ണ വെച്ചു, ലിജോൻ തലയിൽ എണ്ണ വെച്ചു. ആവശ്യത്തിന് ഞാൻ ഫുള്ള് വെച്ചിട്ടില്ല, ഇച്ചിരി വെച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ടു മേക്ക് ബിരിയാണി ഫോർ ലഞ്ച് ആൻഡ് ഡിന്നർ. അപ്പോൾ അത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ലിജോ ഈസ് ക്ലീനിങ് ദ ബാത്റൂം. അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ ഇവിടെ റൂം ക്ലീൻ ചെയ്തിട്ട് ആൻഡ് വി വിൽ ഷവർ. അതാണ് പ്ലാൻ. ഈ ഷവർ കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് ഒരു സിനിമയൊക്കെ കാണും. ആൻഡ് ദെൻ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദ നൈറ്റ്. ലിജോ ഒരു സൈഡ് ക്ലീനിങ് ആണ്, ഞാനിപ്പോൾ കുക്കിങ്ങിലേക്ക് കയറി. അപ്പോൾ ഇനിഷ്യലി ഞങ്ങൾ പാർട്ടീഷൻ റൂമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ബിരിയാണി ഒന്നും വെക്കാനൊന്നും കഴിയില്ല. ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ പാർട്ടീഷനിൽ ഞങ്ങളല്ലാതെ എന്തോരം ആൾക്കാരുണ്ടായെന്നറിയോ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ വൺസ് വി മൂഡ് സെപ്പറേറ്റ്ലി വി സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് ഫോർ അവർ സെൽഫ്. ആൻഡ് ഇടയ്ക്കിടയ്ക്കാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാറ്. എപ്പോഴും ഞങ്ങൾ ചെയ്യില്ല. വീക്ക് ഡേയ്സിൽ മാക്സിമം ഞാൻ ഓട്സും ഗോതമ്പ് ദോശയും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ സൺഡേസ് ആർ സംതിങ് സ്പെഷ്യൽ അല്ലേ, എസ്പെഷ്യലി ആസ് എ ക്രിസ്ത്യൻ. കണ്ടോ എന്ത് വലിയ ഉള്ളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല. നാട്ടിൽ കിട്ടുന്ന ഉള്ളി ഇവിടെ കിട്ടും. ഓക്കെ, ഇന്ത്യൻ ഓണിയൻ ഇവിടെ കിട്ടും, ബട്ട് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് കമ്പയർഡ് ടു ദ ദുബൈ ഉള്ളി. ഓക്കെ, കുഴപ്പമില്ല, ഇത് നല്ല പവറുണ്ട്. അപ്പോൾ വി ആർ ഓൾവേസ് താങ്ക്ഫുൾ. സ്ട്രേറ്റ് 1 year ഡൗൺ ദ ലൈൻ വി ലിവ് സെപ്പറേറ്റ്ലി. ഷെയറിങ് റൂമാണ്, ബട്ട് സ്റ്റിൽ ഈ കിച്ചൺ യൂസ് ചെയ്യുന്ന 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഞങ്ങളും ഒന്ന് വേറെ ഒരാളും. സോ ദിസ് മൊമെൻറ്റ് താങ്കിങ് ഗോഡ് ഫോർ വാട്ട് ഓൾ വി കെയിം ത്രൂ ആൻഡ് വാട്ട് ഓൾ ഹി ടോട്ട് us. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം എടുത്തു കേട്ടോ. ഞങ്ങൾ മെയിൻ സാധനം മറന്നുപോയിന്നേ. ഞങ്ങൾ തക്കാളി വാങ്ങിയില്ല. തക്കാളി ഇല്ലാണ്ട് വെക്കണം. ഇപ്പോൾ നോക്കാം, കറക്റ്റായിട്ട് വന്നാൽ അറിയിക്കാം. ഓക്കെ, ഇനി വേറെ എന്നാ പറയാനുള്ളത്? ഞായറാഴ്ചകൾ പൊതുവേ ഇങ്ങനെയാണ്, പെട്ടെന്ന് 1-2 hours ക്ലീനിങ്ങും കുക്കിങ്ങും തീർക്കാൻ നോക്കും. ആൻഡ് ദെൻ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി എൻ്റെ റൂമിൽ പാട്ടിട്ടിട്ടുണ്ട് ഞാൻ ഒരു വൈബിന് വേണ്ടി. കരയുവാ ഞാൻ. ഭയങ്കര പവറുള്ള ഉള്ളിയായിരുന്നു.
ഇന്ത്യൻ ഉള്ളി, ഇന്ത്യൻ വെളുത്തുള്ളി ഒക്കെ കിട്ടും. പക്ഷേ ഇറ്റ് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. നമുക്ക് കമ്പയർ ചെയ്താൽ ഇവിടുത്തെ ഐറ്റംസ് വാങ്ങുന്നത് നല്ലത്. ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഗാർലിക് ക്ലോ ഒരെണ്ണം ഇത്ര വലുതാണ് കണ്ടോ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ കാൽ ഭാഗം ഉണ്ടാവുള്ളൂ, ചെറിയ എൻ്റെ ഈ നഖത്തിൻ്റെ അത്ര ഉണ്ടാവും. ഇതിൻ്റെ സൈസ് ഉണ്ടോ? സോ അതൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ സാധനങ്ങളാണ് മാക്സിമം യൂസ് ചെയ്യുക. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തേലോട്ട് ഞങ്ങളങ്ങ് മാറി. ഇനി കുക്കിംഗ് കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കുക്കറിലാക്കി. വാങ്ങിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടുമുണ്ട്. എല്ലാം താഴത്തെ വേറെ ആൾക്കാരുടെയാണ്. സോ അതൊക്കെ ചെയ്തു. ആൻഡ് ഇനി ബാക്കിയെല്ലാം ചെയ്തു. ഞാൻ പോയി കുളിക്കാൻ പോവാം. ഇനി നമുക്ക് റൂം ക്ലീൻ ചെയ്യാം. ഇതാണ് എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ. നമുക്കൊന്ന് റീമേക്ക് ചെയ്തെടുക്കാം. ആൻഡ് ഫൈനലി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇത് എനിക്ക് ഇപ്പോൾ കുളിച്ചിട്ട് ഇടാനുള്ളതാണ്. ഐ ക്ലീൻ എവറിത്തിങ്. ലിജോ മോപ്പ് ചെയ്തു, ഞാൻ ക്ലീൻ ചെയ്തു, അഗർബത്തിയൊക്കെ കത്തിച്ചു, എല്ലാം ഒരുക്കി വെച്ചു. എവറിത്തിങ് ഇസ് ഗുഡ് ടു ഗോ. അപ്പോൾ ഫൈനലി ക്ലീനിങ് ഈസ് ഓൾസോ ഡൺ. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ കോറിഡോർ എല്ലായിടത്തും ക്ലീൻ ചെയ്തു. ലിജോ കുളിക്കാൻ കയറി. ഇനി ഞാൻ കുളിക്കണം. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വിൽ ഹാവ് ലഞ്ച്. ഓക്കെ, ബിരിയാണി ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. കഴിച്ചിട്ട് മേ ബി നമ്മളൊരു സിനിമ കണ്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് വി ഹാവ് സം പ്ലാൻസ് ഫോർ ദ ഈവനിങ്. ചിലപ്പോൾ നടക്കായിരിക്കും, ഇല്ലേലില്ല. ബട്ട് ദിസ് ഈസ് ഹൗ യൂഷ്വലി അവർ സൺഡേ ഗോസ്. കൂട്ടി വെച്ച കുക്കർ ഇത് ലോക്ക് ചെയ്തിട്ടാ ബേബി. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. ഏതാ? വെറുതെ നിൽക്കുമ്പോൾ തോന്നിയതാ ഒന്ന് കടയിൽ വരാം, ഇതൊക്കെ നോക്കാം. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഭയങ്കര വലിയ കടയാണ് ഇത്. നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടും. അത് താൻ ഈ ടീഷർട്ടിന്റെ മേളിൽ കൂടി ഇട്ടിട്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. തിരി ഗൈസ്, ഞങ്ങൾ വെറുതെ കടയിൽ പോയിട്ട് സാധനം വാങ്ങി എന്നുവെച്ചാൽ ഞാൻ പറയാം, ബിക്കോസ് സാലറി കിട്ടിയിട്ട് വി ഹാഡ് ടു ട്രീറ്റ് അവർ സെൽഫ് ആൻഡ് വി ഡിഡ്ന്റ് ഡു. പറ, സാലറി കിട്ടിയിട്ട് വി ഡിഡ്ന്റ് ട്രീറ്റ് അവർ സെൽഫ്. ദാറ്റ് ഡേ ട്രീറ്റ് ചെയ്യാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ എന്നിട്ട് മുതുക് തേക്കുന്ന ബ്രഷ് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി. സോ ട്രീറ്റഡ് അവർ സെൽഫ്. രാത്രി ഒരു 9 മണിയായപ്പോഴത്തേനും നമ്മൾ ബെറീസൊക്കെ വാങ്ങിച്ചിട്ട് ഒരു കോക്ടെയിൽ അങ്ങ് ഉണ്ടാക്കി. ആൻഡ് that is how simple our Sunday looks, but it's very difficult. Bye bye.